പിണറായി വിജയൻ എപ്പോഴും തെറി പറയുന്ന ദാവൂദ് പിണറായി വിജയനെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്നുള്ളതാണ് ഇത്. ഈ അജിംസ് ഞാൻ ഇതിലേറ്റവും കൂടുതൽ തല്ലുകൂടിയിട്ടുള്ളതുകൊണ്ട് പിണറായി വിജയനെ, ഞാൻ പിണറായി വിജയനെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാനത് പലവട്ടം ഔട്ട് ഓഫ് ബോക്സ് പറഞ്ഞാണ്. ആസ് എ ലീഡർ, ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ ഞാൻ കേരളത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഒരാളാണ്. ഈ ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന നയസമീപനങ്ങൾ അതിന് അതിഭയങ്കരമായ എതിർത്തുണ്ട്. പ്രത്യേകിച്ച് പോലീസിങ്ങുമായി ബന്ധപ്പെട്ട ഇതിനകത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. ആ നിലയ്ക്ക് പിണറായി വിജയനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആസ് എ ലീഡർ, ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചതിനെക്കുറിച്ചും അതിൽ ഇമ്പ്രസ്ഡ് ആയതിനെക്കുറിച്ചും ഒക്കെ ഞാൻ ഈ ഔട്ട് ഓഫ് ഹൗസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയൻ്റെ ബർത്ത്ഡേയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് എല്ലാ ദിവസവും വന്നിരുന്ന് പിണറായി വിജയനെ തെറി പറയുന്ന ദാവൂദ് ഇതാണ്. ഞാൻ ഒരു ദിവസവും പിണറായി വിജയനെ തെറി പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമുക്ക് തെറി പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അങ്ങനെ നമ്മൾ ഇതായിരിക്കും പറയുക എന്ന് ധരിച്ചിട്ട് ഒരു സംഗതി ഉണ്ടാക്കി ഇങ്ങനെ ചീത്ത പറയുന്നുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. നിങ്ങൾക്ക് അതൊന്ന് കേട്ട് നോക്കിക്കൂടെ സുഹൃത്തുക്കളെ എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അതർവൈസ് എതിർപ്പുകൾ ഉണ്ടാകുക, വിമർശനം ഉണ്ടാകുക, അത് പബ്ലിക് ലൈഫിൽ ഉണ്ടാകുന്നതല്ല. പബ്ലിക് ലൈഫിൽ ഇരിക്കുന്ന എല്ലാവരും അത് അർഹിക്കുന്നുണ്ട്. അതിൽ നമുക്ക് വലിയ വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല. അജിംസിന്റെ പേഴ്സണൽ ലൈഫിൽ ഇതുപോലെ സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഈ ഔട്ട് ഓഫ് ഫോക്കസായി കണക്ട് ചെയ്തിട്ട് പുറത്തു പോകുമ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആള് എന്നെ തിരിച്ചറിയുന്ന കൂടിയുണ്ട്. അതായത് ഞാൻ 12 വർഷമായി ഇപ്പോൾ ടെലിവിഷൻ ജേർണലിസ്റ്റ് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ 12 വർഷത്തിൽ ഞാൻ കോട്ട് സൂട്ട് ഇട്ടിരുന്ന വാർത്ത വായിച്ചിട്ട് എന്നെ ആരും അങ്ങനെ തിരിച്ചറിയില്ലായിരുന്നു. കോഴിക്കോട് അങ്ങാടി ഇറങ്ങിയാൽ പോലും എന്നെ അങ്ങനെ തിരിച്ചറിയില്ല. മേക്കപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ഇല്ലാതെ തന്നെ അങ്ങനെ തിരിച്ചറിഞ്ഞില്ല. ഇപ്പം അങ്ങനെയല്ല പ്രശ്നം. ഇപ്പം നമ്മൾ സാധാരണ കോസ്റ്റ്യൂമിലായതുകൊണ്ട് ഇറങ്ങി നടക്കുമ്പോൾ വലിയ തോതിൽ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അതൊരു എന്താണ് സന്തോഷവുമാണ് പ്രശ്നവുമാണ്. കാരണം പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകുമായിരിക്കും. അങ്ങനെ പോകുമ്പോൾ ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, രണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അത് സന്തോഷം തന്നെയാണ് ആൾ തിരിച്ചറിയുന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ദവസായി പറഞ്ഞ പോലെ ഒരു പ്രശ്നം എനിക്കുമുണ്ട്. ഈ കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, സാധാരണ കണ്ടിട്ട് ആ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ വളരെ ജെന്യൂനായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ നമ്മുടെ ഇൻബോക്സിൽ വന്നിട്ടാണ് പറയുക, ഇതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞതിൽ അങ്ങനെയല്ല, എങ്ങനെയുണ്ട്, ഇങ്ങനൊരു ആംഗിൾ കൂടിയുണ്ട്, നിങ്ങൾക്ക് ഇതുകൂടി പറയാമായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ തെറ്റാണ്, ശരിയല്ല, അല്ല അത്രയും വസ്തുതകളില്ല, ഇങ്ങനെ കുറേ ഇങ്ങനെയൊക്കെ പറയുന്ന വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം നടന്ന ആളുകളുണ്ട്. അതേസമയം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വെറുതെ പറയുന്ന ആളുകളുണ്ട്. അപ്പം അത് ഞാൻ അങ്ങനെ വായിച്ചു നോക്കാറില്ല. അത് കാണാറുണ്ടെങ്കിൽ അങ്ങനെ അതിലേക്ക് മൈൻഡ് അപ്ലൈ ചെയ്യാറ്. പക്ഷേ ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നമ്മൾ കേൾക്കും. അതിനെക്കുറിച്ചുള്ള ശരിക്കും യഥാർത്ഥത്തിൽ ഔട്ട് ഓഫ് ഫോക്കസിനെ മികച്ചതാക്കുന്നത് ഈ ക്രിറ്റിസിസമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആളുകളുടെ ഫീഡ്ബാക്ക് നന്നാക്കിയ ഒരു പ്രോഗ്രാമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഈ വിമർശനങ്ങൾ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ടോ നിഷാദ്? ഈ കമൻസ് ഒക്കെ എപ്പോഴും വായിച്ച് കമൻറ്റ് വായിക്കാറുണ്ടെന്ന് വെച്ചാൽ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കമൻറ്റ് വായിക്കും. കമൻറ്റ് ഇതിൻ്റെ ഫേസ്ബുക്ക് നമ്മൾ വിഷയം തീരുമാനിക്കുമ്പോൾ ആദ്യം അപ്പ് ചെയ്യുന്ന കാർഡുണ്ടല്ലോ, അതിൻ്റെ താഴത്തെ കമൻറ്റ് വായിക്കാറുണ്ട്. യൂട്യൂബിൻ്റെ എല്ലാ ദിവസവും ഞാനായി വായിക്കില്ല. ഇതിന് ഞാൻ നേരത്തെ നമ്മൾ പ്രൊഡക്ഷൻ ടീമുണ്ട്. ഇജാസ് മിക്കവാറും ഇജാസ് എല്ലാ എപ്പിസോഡിൻ്റെയും അതിൻ്റെ ലൈവിൻ്റെയും കട്ട് ചെയ്തിരുന്ന എപ്പിസോഡിൻ്റെ എല്ലാം കമൻറ്റ് വായിക്കുകയും എന്താണ് ട്രെൻഡ് എന്നൊക്കെ പറയും. ഇന്ന് ആളുകൾ ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പോയിന്റ് ഒരുപാട് ആളുകൾ കാണും. അത് മാത്രമല്ല കമന്റിനകത്ത് ഏതൊക്കെ പോയിന്റിൽ നമുക്ക് ആളുകൾ ഇന്ന മാസീവായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ എല്ലാം അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ടീം എല്ലാം ഇത് വായിക്കുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ആളുകളുടെ ഒരു താല്പര്യം എന്താണ്, ആളുടെ അഭിപ്രായം നിങ്ങൾ എന്താണ്, മൂഡ് എന്താണ്, നമ്മളെപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് താഴെ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്, ആരും നമ്മൾ അവഗണിക്കുന്നില്ല. അത് നമ്മൾ കാണുന്നുണ്ട്, ഉറപ്പായിട്ടും കാണുന്നുണ്ട്. അത് നമ്മളെല്ലാം എടുക്കുന്നില്ല, എടുക്കേണ്ടത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒഴിവാക്കി നേരത്തെ പറഞ്ഞ പോലെ വിഷയം മാത്രം കണ്ടിട്ട് വന്ന് ഭയങ്കരമായി കമന്റ് ഒരേ രീതിയിൽ കമന്റ് ചെയ്ത ആൾക്കാരുണ്ട്. വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ അത് മൊത്തത്തിൽ നമ്മുടെ ഒരു തലച്ചോറിന്ന് വരുന്നതല്ല, ചാണകത്തുനിന്ന് വരുന്നതാണ്. അത് എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ കരച്ചിൽ കാണാൻ ഗസ എടുക്കുമ്പോൾ ഗസ വിഷയത്തോടുള്ള ഭീകരമായിട്ടുള്ള ഒരു സംഗതി പറഞ്ഞിട്ട് ഞങ്ങൾ ഈ കരച്ചിൽ കാണാൻ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ എപ്പിസോഡൊന്നും കാണുന്നില്ല, അവർ കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സംഗതി കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ അവരത് ഇങ്ങനെ കമന്റ് ചെയ്ത് പോകും. അതിനെ നമ്മൾ ആ നിലയ്ക്ക് പരിഗണിക്കുന്നുള്ളൂ. അല്ലാതെയും സീരിയസ് ആയി പറയുന്ന ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ. അതുകൊണ്ട് ഞാൻ കമന്റ് വായിക്കുകയും ചോദിച്ചാൽ എല്ലാം വായിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മറുപടി.